വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മുൻപ് 2 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ചാപ്റ്റർ 6 അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസും അതേപോലെ ചാപ്റ്റർ 7 ജനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചേഴ്സും. നിങ്ങൾക്ക് ജനറ്റിക്സിനെ പറ്റിയിട്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ധാരണ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാൽ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് എങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് ഹ്യൂമൻ ഫീമെയിൽ ഈസ് 44 plus XX and that of male is 44 plus XY. What do the XX and XY indicate? ഇതിനകത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മെയിലിന്റെ ഹ്യൂമൻ ജനറ്റിക് മേക്കപ്പും ഫീമെയിലിന്റെ ജനറ്റിക് മേക്കപ്പും പറഞ്ഞിട്ടുണ്ട്. അതിൽ XX എന്താണ്, XY എന്താണ് എന്നുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ എനിക്കറിയാം ആൻസർ കിട്ടിയിട്ടുണ്ടാകുന്നുള്ളത്. എന്താണ് ഇത്? നമ്മളുടെ സെക്സ് ക്രോമസോമുകളാണ് XX എന്നതും XY എന്നതും. സോ നമ്മൾ ഈ ഒരു കാര്യത്തിനത് സെക്സ് ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എത്ര മാർക്ക് കിട്ടും? 1 മാർക്ക്. ഒരു പാടും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ക്ലാസ് കേട്ടതിന്റെ മാത്രം അറിവിൽ 1 മാർക്ക് നമുക്ക് എന്ത് ചെയ്യും? നേരെ നമ്മുടെ കയ്യിലിരിക്കും. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൈബ്രിഡൈസേഷൻ ഓഫ് 2 കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് ഓഫ് ദ ക്യാരക്ടർ സീഡ് കളർ ഇലസ്ട്രേറ്റഡ് ബിലോ which will be the recessive trait of F1 generation. F1 ജനറേഷനിലെ റെസസീവ് ട്രേറ്റ് ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് സീഡ് കളറാണ് ഇവിടെ ഹൈബ്രിഡൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് യെല്ലോ സീഡ്, അതേപോലെ ഗ്രീൻ സീഡും തന്നിട്ടുണ്ട്. ഇതിന്റെ അലീലുകൾ എങ്ങനെയാണ്? ക്യാപിറ്റൽ വൈ ആണ്. അതേസമയം ഗ്രീൻ സീഡിന്റെ സ്മാൾ വൈ ആണ്. അപ്പൊ ഇവിടുത്തെ ഡോമിനന്റ് ആയിട്ട് വരേണ്ട കളർ ഏതാണ്? യെല്ലോ ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പൊ യെല്ലോ സീഡ് ആയിരിക്കും നമ്മുടെ F1 ജനറേഷനിൽ വരുന്ന ഡോമിനന്റ് ട്രൈറ്റ്. നമുക്ക് ഈ ഒരു കാര്യം കണ്ടപ്പോൾ മനസ്സിലായി അല്ലെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡോമിനന്റ് ഏതാണെന്നാണോ? അല്ല, റെസസീവ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ യെല്ലോ സീഡ് ഡോമിനന്റ് ആയിട്ട് വരികയാണെങ്കിൽ റെസസീവ് ഏതായിരിക്കും? ഗ്രീൻ ആയിരിക്കും വരുന്നത്. കാരണം എന്താണ്? ഈ ജനറേഷനിൽ ഉണ്ടാകുന്ന സീഡിന്റെ ജനറ്റിക് കമ്പോസിഷൻ ക്യാപിറ്റൽ വൈ സ്മാൾ വൈ എന്നായിരിക്കും. എന്നാലും ഇത് യെല്ലോ സീഡ് ആയിരിക്കും, യെല്ലോ ആയിരിക്കും ഡോമിനന്റ് ആയിട്ട് വരിക. പക്ഷേ ഇവിടെ റെസസീവ് ആയിട്ട് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്, അത് നമുക്ക് മനസ്സിലായി. ഗ്രീൻ ആയിരിക്കും ഇവിടുത്തെ റെസസീവ് ആയിട്ടുള്ള ട്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഡോമിനന്റ് എന്താണ്, റെസസീവ് എന്താണെന്നൊക്കെ മെന്റലിന്റെ എക്സ്പെരിമെന്റ് വെച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അടുത്തത്, നൈട്രജൻ ബേസസ് ഇൻ DNA ആർ ഗിവൺ ബിലോ, മേക്ക് ദം ഇൻടു സ്യൂട്ടബിൾ പെയർസ്. നമുക്ക് ഈ തന്നിരിക്കുന്ന അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, അഡെനിൻ അതിന്റെ പെയർ ഏതാണ്, ഗ്വാനിന്റെ പെയർ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. DNA എങ്ങനെയാണ് അതിന്റെ പെയറിങ് വരുന്നത്, RNA എങ്ങനെയാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അഡെനിന്റെ പെയർ ഏതാണ് വരിക? അഡെനിന്റെ പെയർ വരിക തൈമിൻ ആയിരിക്കും. അതേപോലെ ഗ്വാനിന്റെ വരുന്നത് ഏതായിരിക്കും? സൈറ്റോസിൻ ആയിരിക്കും. അന്ന് നമ്മളൊരു കോഡ് പറഞ്ഞതല്ലോ, ATGC അല്ലെ. ATGC എന്നറിയാമെന്നുണ്ടെങ്കിൽ അതേതാണ് കറക്റ്റ്, നമുക്ക് ആ പെയർ ഏതാണെന്നുള്ള കാര്യം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. സോ ATGC ഒരു കാരണവശാലും മറക്കല്. DNA-യിലുള്ള നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യവും മറക്കല്. എന്തുകൊണ്ടാണ് മറക്കൽ എന്ന് പറയുന്ന കാര്യം? RNA-യിലും ഇങ്ങനെ വരുന്നുണ്ട്, ഒരു ചെറിയ മാറ്റവും വരുന്നുണ്ട്. ഇതാണെന്ന് വേഗം ഒന്ന് ഓർത്തു വെച്ചോ. ടെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കറക്റ്റ് ദ വേർഡ് അണ്ടർലൈൻഡ് ഇൻ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഇഫ് ദെയർ ഈസ് എനി മിസ്റ്റേക്ക്. ഈ തന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് എ ജീൻസ് ആർ കാൾഡ് ഓട്ടോസോംസ്. ഓട്ടോസോംസ് എന്നാണോ ഡിഫറെന്റ് ഫോംസ് ഓഫ് എ ജീനിനെ വിളിക്കുന്നത്? ഇത് തെറ്റാണ് എന്നുള്ള കാര്യം എന്റെ ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഇത് പൊട്ടത്തെറ്റാണ്, ഇതല്ല, ഇവിടെ വേറൊരെണ്ണമാണ് വരുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ട് ആൻസറിലേക്ക് വരാം. രണ്ടാമത്തത്, ഷുഗർ സീനിൻ RNA ഈസ് റൈബോസ്. ഷുഗർ സീനിൻ RNA റൈബോസ് ആണ്. അതെ, നമുക്ക് ആ ഫുൾ ഫോം എടുത്താൽ തന്നെ കിട്ടും. RNA എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇത് കറക്റ്റ് ആണെന്ന് കിട്ടി. RNA ദാറ്റ് ക്യാരീസ് അമിനോ ആസിഡ്സ് ടു റൈബോസോംസ് ആർ കാൾഡ് mRNA. അപ്പൊ mRNA എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? മെസ്സഞ്ചർ RNA ആണ്. ദൂതുമായിട്ട് പോകുന്ന, മെസ്സേജ് അയക്കുന്ന മെസ്സഞ്ചർ RNA ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ഡൗട്ടായി, ഇത് mRNA ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ റൈബോസോമിലേക്ക്. അപ്പൊ ഇതും തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ധാരണ കിട്ടി. അപ്പൊ ഇനി നമുക്കിവിടെ കറക്റ്റ് ചെയ്താൽ നമുക്ക് ഇതൊക്കെ കറക്റ്റ് ചെയ്യണ്ടേ തെറ്റ് തന്നിട്ടിരിക്കുന്നത്. അപ്പൊ ഡിഫറെന്റ് ഫോംസ് ഓഫ് ജീൻസ് ആർ കാൾഡ് ഓട്ടോസോംസ് അല്ല, അലീൽസ് ആണ് കറക്റ്റ് ആയിട്ട് ഇവിടെ വരേണ്ടത്.
രണ്ടാമത്തേത് RNA അമിനോ ആസിഡുകൾ റൈബോസോമിലേക്ക് ക്യാരി ചെയ്യുന്നത് mRNA അല്ല, പകരം ട്രാൻസ്ഫർ RNA എന്ന് വിളിക്കുന്ന tRNA ആണ് എന്നുള്ള കാര്യവും നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതറിയാവുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അതിന്റെ മാർക്ക് കയ്യിലിരുന്നേ വളരെ എളുപ്പത്തിൽ കിട്ടത്തില്ലായിരുന്നോ? ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അനലൈസ് ദ ഗിവൺ ജനറ്റിക് മേക്കപ്പ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. 44 പ്ലസ് XX ഗിവ് ദ നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോംസ്. ഇതിലെ സൊമാറ്റിക് ക്രോമസോംസിന്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇസ് ദ ഇൻഡിവിജ്വൽ വിത്ത് ദിസ് ജനറ്റിക് മേക്കപ്പ് മെയിൽ ഓർ ഫീമെയിൽ? വൈ? വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ കണ്ണടച്ച് ഉത്തരം എഴുതാം. ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ഉത്തരം എന്താ എഴുതേണ്ടത് താഴോട്ടെടുത്ത് എഴുതിയാൽ മാത്രം മതി. സോ എത്ര സൊമാറ്റിക് ക്രോമസോംസ് ഇവിടെ ഉണ്ട്? ഇത്രയും സൊമാറ്റിക് ക്രോമസോംസ് ഇവിടെ ഉണ്ട്. ഉത്തരം ഇവിടെ തന്നെ. ഈസ് ദ ഇൻഡിവിജ്വൽ വിത്ത് ജനറ്റിക് മേക്കപ്പ് മെയിൽ ഓർ ഫീമെയിൽ? അപ്പോ ഈ പറയുന്ന XX വന്നാൽ മെയിൽ ആണോ ഫീമെയിൽ ആണോ? ഞാൻ ഉത്തരം എഴുതി കഴിഞ്ഞു, നിങ്ങൾക്ക് വേഗം വേണം ഉത്തരം പറഞ്ഞു. അപ്പൊ ഏതാന്നുള്ളത് നമുക്കറിയാം. വൈ പെട്ടെന്ന് കിട്ടുമല്ലോ. സോ എത്ര സൊമാറ്റിക് ക്രോമസോംസ് ഉണ്ട്? 44 സൊമാറ്റിക് ക്രോമസോംസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. മെയിൽ ആണോ ഫീമെയിൽ ആണോ? ഓഫ് കോഴ്സ് ഇത് ഫീമെയിൽ ആണ്. ബിക്കോസ് 44 പ്ലസ് XX ആണ് വന്നിട്ടുള്ളത്. കാരണം ഇവിടുത്തെ സെക്സ് ക്രോമസോമുകൾ ഏതാണ്? XX ആണ്. സോ ഇത് സൊമാറ്റിക് ക്രോമസോം ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഇത് സെക്സ് ക്രോമസോമുകളാണ് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പോ അറിയാം. റൈറ്റ്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. റൈറ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ആൻസർ കിട്ടിയില്ലേ? ദെൻ മൂവിങ് ഓൺ. അനലൈസ് ദ ഇലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഫീമെയിൽ 44 പ്ലസ് XX, മെയിൽ 44 പ്ലസ് XY. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ സൊമാറ്റിക് ക്രോമസോംസിനെ നമ്മൾ ഈ ചാർട്ടിൽ എടുത്തിട്ടില്ല, പകരം സെക്സ് ക്രോമസോമുകളാണ് എടുത്തിട്ടുള്ളത്. ഫീമെയിലുള്ള X ക്രോമസോംസിന്റെ ഫസ്റ്റ് X എടുത്തു, രണ്ടാമത്തെ X ഇവിടെ എടുത്തു. മെയിലുള്ള XY ക്രോമസോംസ് ആണ്. അതിൽ XY എന്ന നിലയിലും Y എന്ന നിലയിലും ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ വെച്ചിട്ടാണ് നമ്മളോട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇത് ഫില്ല് ചെയ്യണം. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫില്ലപ്പ് 1 and 2. നമ്മൾ ആ ബോക്സിൽ 1ഉം 2ഉം ഫില്ല് ചെയ്യണം. ദ ക്രോമസോംസ് ഓഫ് ദ ഫാദർ ഡിറ്റർമൈൻസ് ദ സെക്സ് ഓഫ് ദ ചൈൽഡ്. എക്സ്പ്ലെയിൻ. അതായത് അച്ഛനാണ് കുട്ടിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് 1ഉം 2ഉം ഒന്ന് ഫില്ല് ചെയ്താലോ? സോ നമുക്കറിയാം ഈ ഒരു കേസിൽ അച്ഛന്റെ X ക്രോമസോം ഇവിടെ നിന്ന് സ്വീകരിക്കും, അമ്മയുടെ Xും സ്വീകരിക്കും. അപ്പൊ ഇതാരാകും? ഫീമെയിൽ ആകും. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിൽ നിന്നുള്ള X ഓൾറെഡി ഇവിടെ കിട്ടി, അച്ഛന്റെ കയ്യിൽ നിന്നുള്ള Yയിലും കൂടി വരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും ഇതാരാകും? ഇത് മെയിലായിട്ട് മാറും. ദെൻ ഇവിടെയും അതേപോലെ തന്നെ അമ്മയുടെ Xനെ ഇവിടുന്ന് സ്വീകരിക്കുന്നുണ്ട്, അച്ഛന്റെ കയ്യിൽ നിന്നുള്ള Yയും സ്വീകരിക്കുന്നുണ്ട്. ഇതാരായി മാറും? മെയിലായി ഇത് മാറും. സോ ഇവിടെ XX എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്, XY എന്ന് പറയുന്നത് ആരാണ്? മെയിലാണ്. സോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? 1ഉം 2ഉം നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലെ? ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ദ ക്രോമസോംസ് ഓഫ് ദ ഫാദർ ഡിറ്റർമൈൻ സെക്സ് ഓഫ് ദ ചൈൽഡ്. എക്സ്പ്ലെയിൻ. വൈ? കാരണം Y ക്രോമസോമുകളാണ് ഫാദറിൽ നിന്നുള്ളത് മെയിലാണോ എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതേപോലെ ഫാദറിന്റെ കയ്യിൽ നിന്നും Y ക്രോമസോം കിട്ടിയാൽ അത് മെയിലാകും. ഫാദറിന്റെ കയ്യിൽ നിന്നും X ക്രോമസോം ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ചൈൽഡ് എന്താകും? ഫീമെയിൽ ആകും അല്ലെ? നമ്മൾ ഇപ്പറ വരച്ചപ്പോൾ നോക്കിയേ, Y ക്രോമസോംസ് ഫാദറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോൾ അത് മെയിലായി, ഫാദറിന്റെ X ക്രോമസോം കിട്ടിയപ്പോൾ അത് ആരായി? ഫീമെയിലായി മാറുന്നത് നമ്മളിവിടെ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോ എങ്ങനെയാണ് ഈ പറയുന്ന കുട്ടികളുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യം മനസ്സിലായല്ലോ. റൈറ്റ്. ദെൻ അനലൈസ് ദ ടേബിൾ റിലേറ്റഡ് ടു ദ ഹ്യൂമൻ ക്രോമസോംസ് ആൻഡ് അറേഞ്ച് ദ കോളം ബി ഇൻ അക്കോർഡൻസ് വിത്ത് കോളം എ. കോളം ബിയും കോളം എയും തമ്മിൽ കമ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എ, ബി സെക്സ് ക്രോമസോംസ് 22 plus X, somatic chromosomes 44 plus XY, the chromosomes in sperm 22 pairs, chromosomes in ovum XY, then 22 plus X, 22 plus Y. ഇതെങ്ങനെയാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. സോ സെക്സ് ക്രോമസോമുകൾ ഏതൊക്കെയാണ്? നമുക്ക് പെട്ടെന്ന് തന്നെ മാച്ച് ചെയ്യാമല്ലോ. XY ആണ് സെക്സ് ക്രോമസോം എന്നുള്ള കാര്യം നമുക്കറിയാം. സൊമാറ്റിക് ക്രോമസോംസ് എത്രയുണ്ട് എന്നുള്ള കാര്യം 44 സൊമാറ്റിക് ക്രോമസോംസ് ഉണ്ട്. അതായത് 22 പെയർ ആണ് നമുക്കുള്ളത് എന്നുള്ള കാര്യം അറിയാം. സോ ക്രോമസോംസ് ഇൻ സ്പേം ആണ്. സ്പേമിലുള്ളത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് 22 പ്ലസ് എക്സും വരാം, 22 പ്ലസ് വൈയും വരാം. കാരണം എന്താണ്? ഫാദർ ആണ്, ഫാദറിന്റെ സ്പേം ആണ് കുട്ടി മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ക്രോമസോം ഇൻ ഓവം അപ്പൊ ഏതായിരിക്കും? കമ്പൽസറിലി ആയിട്ടും ഉറപ്പായിട്ടും 22 പ്ലസ് എക്സ് ആയിരിക്കും വരുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടില്ലേ? ഓക്കെ. ദെൻ ഐഡന്റിഫൈ ദ റിലേഷൻ ഇൻ ദ ഇൻഡിക്കേറ്റർ എ ആൻഡ് കംപ്ലീറ്റ് ബി അക്കോർഡിംഗ്ലി. ഈ എയിൽ തന്നിരിക്കുന്ന റിലേഷൻഷിപ്പ് അതേപോലെ തന്നെ ബിയിൽ വെച്ച് കമ്പയർ ചെയ്യാനാണ് നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ എ DNA
DNA-യിൽ എന്തുണ്ട്? ഡീഓക്സി റൈബോസ് ഷുഗർ ദാറ്റ് ലീഡ്സ് ടു അഡിനിൻ തൈമിൻ ഗുവാനിൻ സൈറ്റോസിൻ എന്നിങ്ങനെ തന്നിട്ടുണ്ട്. ATGC എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ഇത് ഫില്ല് ചെയ്യണം. RNA-യുടെ ഇവിടുത്തെ ഷുഗർ ഏതായിരിക്കും? ഇവിടെ ഡിയോക്സി റൈബോസ് ആണെങ്കിൽ ഇവിടെ ഏതായിരിക്കും വരിക? റൈബോസ് ആയിരിക്കും വരിക. അതേപോലെ തന്നെ ഇവിടെ അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ആണ് DNA-യിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ അഡിനിൻ യുറാസിൽ ഗ്വാനിൻ സൈറ്റോസിൻ എന്ന് പറയുന്ന AUGC എന്ന കോമ്പിനേഷൻ ആയിരിക്കും. ഇവിടെ തൈമിൻ ഉണ്ടാകില്ല, ഇവിടുത്തെ തൈമിൻ ആയിരിക്കും, ഇവിടെ പകരം യുറാസിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. സോ DNA RNA തമ്മിലുള്ള ഐഡന്റിഫിക്കേഷൻ റിലേഷൻ ആണ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിത് ഇങ്ങനെ തന്നെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. DNA-യിൽ എന്താണ് വരുന്നത്, RNA DNA നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചു. അത് പഠിച്ചിട്ടുള്ളവർക്ക് ഉറപ്പായിട്ട് ഈ ക്വസ്റ്റ്യന് 2 മാർക്ക് സുഖം കയ്യിലിരിക്കും. A+ കൂടെ നമ്മുടെ കൂടെ തന്നെ കിട്ടുകയും ചെയ്യുമായിരുന്നു. റൈറ്റ്. ക്രിസ്മസ് എക്സാം അങ്ങ് അടുത്തല്ലേ. എക്സാം എന്ന് കേട്ട് പാനിക് ആവണ്ട. ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു എക്സ്പേർട്ട് മെന്ററിന്റെ സഹായത്തോടു കൂടി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, PYQ അനാലിസിസ്, സിസ്റ്റമാറ്റിക് റിവിഷൻ എന്നിവയടങ്ങിയ ഒരു കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് പാക്കേജ് ഗ്യാൻ ഇന്ത്യ നിങ്ങൾക്കായി വെബ്സൈറ്റിലൂടെ ഫ്രീ ഓഫ് കോസ്റ്റ് നൽകുന്നു. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യൂ.